ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നൊരു ചിക്കൻ വെച്ചിട്ടുള്ളൊരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളൊന്നും കൂടെ കൊടുക്കുക. അപ്പം വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മുടെ തോരന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മെയിനായിട്ടും ചിക്കൻ, കൊത്തിയരിഞ്ഞ തേങ്ങ, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, കുറച്ച് തേങ്ങ തിരുവിയത്, ചെറിയ ഉള്ളി ചെറുതായിട്ട് ചതച്ചത്, പിന്നെ ഒരു 2 സവാള കൊത്തിയരിഞ്ഞതും, കുറച്ച് പച്ചമുളകും. അപ്പോൾ നമ്മൾ അടുപ്പിലോട്ട് പാൻ വെച്ച് ചൂടാകുമ്പോഴത്തേക്ക് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിയതിന് ശേഷം തേങ്ങ കൊത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. തേങ്ങ മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ ബ്രൗൺ കളർ വരുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കളറ് മാറി വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പം നമ്മൾ സവാള വഴണ്ട് വരുമ്പോഴത്തേക്ക് എല്ലില്ലാതെ മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചൊന്ന് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കുക. നേരത്തെ ചിരവി വെച്ചിരുന്ന തേങ്ങയ്ക്കകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന ചിക്കൻ ഒന്ന് നല്ലോണം വെന്ത് കിട്ടും. അപ്പോൾ അതിലോട്ട് നമ്മൾ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കുക. അരപ്പിട്ട് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ അരപ്പൊന്ന് വേവാൻ വേണ്ടി ഒരു 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞ് ഏറ്റവും അവസാനം ഈ ഒരു മസാലയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ തോരൻ ഇവിടെ റെഡിയാണ്. അതിന് വേണ്ടി നമ്മൾ ഗരം മസാലയാണ് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെ സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ചിക്കൻ തോരൻ ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.